ഹായ്, കുറേ നാളായാലും അങ്ങനെ കണ്ടിട്ട് ഗ്ലോറിയ ദേ എപ്പിസോഡൊക്കെ ഇങ്ങനെ ഇട്ടിട്ട്. സോ അഗെയിൻ വി ആർ ബാക്ക് ഓൺ എ ന്യൂ എപ്പിസോഡ് ഓൺ ഗ്ലോറിയ ദേ സീസൺ 2 ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്പർ 6 ഗുഡ്നെസ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ 6-ാമത്തേത് നന്മ. ഹെയ്സല്, ഞാൻ പറഞ്ഞ പുസ്തകം ഇതാണ് കേട്ടോ, കൊച്ചു ത്രേസ്യയുടെ ആത്മകഥ. ഒന്ന് വായിച്ചു നോക്ക്. എന്നിട്ട് കൊച്ചു ത്രേസ്യയുടെ പുണ്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്ക്. ഓക്കെ ഓക്കെ അച്ഛാ. നവമാലിക. ഈശോയെ, ഓരോ കരിയിലയിലും ഓരോ ശുദ്ധീകരണാത്മാവ്. നീ എന്തിനത് പറക്കാൻ നിൽക്കുന്നത്? ഇതൊക്കെ അടിച്ചു വാരിയെടുക്കാൻ വേറെ ആൾക്കാരുണ്ട് ഇവിടെ. അതിനൊരു കാരണമുണ്ട്, ഞാൻ പിന്നെ പറയാം. ഇതെന്തിനാ? എന്തായാലും ഇരിക്കട്ടെ. ഞാൻ ഓരോ നന്മ ചെയ്യുമ്പോഴും ഒരു റോസാപ്പൂ കിട്ടുന്നുണ്ടല്ലോ. നാളെയല്ലേ? നിന്നെ ഞാൻ എടുത്തോളട്ടാ. ഡാനി വീണ്ടും ആരോട് വഴക്ക് കൂടിയിട്ട് വരുന്നുണ്ട്. ഡാനി, എന്തേ? നിനക്ക് ഈ വഴക്കൊക്കെ നിർത്തിയിട്ടൊന്ന് പള്ളിക്ക് കയറിക്കൂടെ? എനിക്ക് സൗകര്യമില്ല. നിനക്കൊക്കെ ഒന്ന് അവസാനിപ്പിച്ചു വിടേടാ. എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാട്ടാ. നീ എപ്പോഴും എന്തിനീ തല്ലുകൂടുന്നത്? ഈശോയെ, ഇവന്റെ ഈ സ്വഭാവത്തിൽ എനിക്കൊരു മാറ്റം കാണിച്ചു തരണമേ. കണ്ണോപ്പറേഷൻ കഴിഞ്ഞാൽ ആന്റി കുർബാന മുടക്കാറില്ലേ അല്ലേ? റോഡ് ക്രോസ് ചെയ്യാൻ ഞാൻ സഹായിക്കാം. താങ്ക് യു മോളെ. ഈ പൂവ് നീ മാതാവിന് വെച്ചോളൂട്ടാ. ഞാൻ നിലം ചുംബിക്കുമ്പോഴൊക്കെ ഒരു പാപിയെ നീ മാനസാന്തരപ്പെടുത്തണമേ. ദേ വീണ്ടും ഒരു റോസാപ്പൂ. ഡാനിയല്ലേ അത്? ഈശോയെ, ഒരുപാട് നന്ദി. ഞാൻ നിങ്ങൾക്കായി സ്വർഗത്തിൽ നിന്ന് പനിനീർ പുഷ്പങ്ങൾ വർഷിക്കും. അപ്പോൾ ഈ റോസാപ്പൂക്കളൊക്കെ നിന്റെ സമ്മാനമായിരുന്നോ? യെസ്, നമ്മൾ കൊച്ചു ത്രേസ്യയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഈ നന്മ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നത് അല്ലേ? കൊച്ചു ത്രേസ്യ എത്രയോ നന്മ ചെയ്തൊരു പുണ്യവതിയാണ്. നമുക്കും ഇതുപോലെ നന്മകളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നായ നന്മ എന്ന് പറയുന്നത് വെറുതെ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നത് മാത്രമല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നന്മ നിറഞ്ഞ് അതിൻ്റെ ഔട്ട്കം പോലെ, ബാഹ്യപ്രകടനം പോലെ നന്മ പ്രവൃത്തികൾ വരണം. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനെങ്കിൽ ബാക്കി വെറുതെ കുറേ നന്മകൾ ചെയ്യുന്ന ഗുഡ് ഡീഡ്സ് മാത്രം ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നന്മ സ്വരുക്കൂട്ടിയിട്ടുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി കുറച്ചും കൂടി ആഴമായി ബൈബിളുമായി തട്ടിച്ച് നോക്കുമ്പോൾ, ബൈബിളിൻ്റെ ഒരു സ്പിരിച്വാലിറ്റിയുമായി നോക്കുമ്പോൾ, ശരിക്ക് നന്മ എന്ന് പറയുന്നത് പരിശുദ്ധിയെ, ദൈവത്തിൻ്റെ പരമോന്നത പവിത്രതയെ, അതൊക്കെ റൈച്ചസ്നെസ്, ഗുഡ്നെസ്, ദൈവത്തിൻ്റെ ഹോളിനെസ്, പ്യൂരിറ്റി, ഇതൊക്കെയായിട്ടാണ് നന്മ ശരിക്കും കണക്റ്റായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സർവ്വ നന്മ സ്വരൂപനായ ദൈവം. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ നന്മയുടെ ഒരു പങ്കുപറ്റലാണ് നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നായ നന്മയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സംഭവിക്കേണ്ടത്. അങ്ങനെ ഒരു നന്മ നിറഞ്ഞ ഹൃദയവും നന്മ നിറഞ്ഞൊരു ജീവിതവും നമുക്കുണ്ടാകട്ടെ. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ. താങ്ക് യു.